നമസ്കാരം ചേട്ടാ. നമസ്കാരം. കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ വെല്ലുവിളിയൊന്നും ചെറുതല്ല. ഇപ്പം VD സതീശനും രമേശ് ചെന്നിത്തലയും തുടക്കത്തിലുള്ള അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോ ഇത്തരത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്യുന്നത് ഒന്നല്ല എന്നുള്ളത് തീർച്ചയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ 2 പെൺകുട്ടികളുടെ മൊഴി ക്രൈംബ്രാഞ്ച് സ്വീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. 2 പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ചെയ്തു, പുറത്തുപോയി ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും ആരോപണങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ പത്മജ അടക്കം ഇതിനെ കോൺഗ്രസിനെ പ്രതികൂലിക്കുന്ന പരാമർശങ്ങൾ ഉന്നയിക്കുന്നു. പത്മജ കോൺഗ്രസിൽ നിന്ന് പോയതാണ്, അവരുടെ രാഷ്ട്രീയ ചരിത്രമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോ ഇത്തരത്തിലുള്ള സീനിയർ നേതാക്കൾ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും കോൺഗ്രസിന് ഇനി നല്ലൊരു ഭാവി മുന്നോട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ചേട്ടൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിനകത്ത് പത്മജ വേണുഗോപാലിനെ പോലെ ഒരു മുതിർന്ന നേതാവ് കോൺഗ്രസിനെ കുറിച്ച് നമ്മള് പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറയും. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ പോലെ VD സതീശനെ പോലെ ഇന്നത്തെ നേതാക്കളെ ഒക്കെ അവരെ പോലെ തന്നെ കോൺഗ്രസിനെ അറിയുന്ന ഒരു വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ. അപ്പൊ പത്മജ വേണുഗോപാൽ പറയുന്നത് വളരെ ശരിയായ കാര്യമാണ്. കാര്യം അവർ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന് ഇങ്ങനെ സംരക്ഷിക്കണം? അടൂർ പ്രകാശിനെ പോലുള്ളവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഈ സംരക്ഷണം നൽകുന്നതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത്? അത് ശരിക്കും പൊതുസമൂഹത്തിന് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടുകാരനാണ് പത്തനംതിട്ടക്കാരനായ അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ഇനി അടൂര് മത്സരിക്കാനോ മറ്റോ ഉള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റു നേതാക്കൾ പറയുമ്പോൾ സംരക്ഷണം തീർക്കുന്നത് എന്ന ഒരു പക്ഷം അവർ സംസാരിക്കുമ്പോൾ, ഇനി ഈ നേതാക്കൾക്കൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ശബ്ദിക്കുന്ന തെളിവുകൾ രാഹുലിന്റെ വശം ഉണ്ടോ? രാഹുല് അങ്ങനെ ഇന്നത്തെ പുതിയ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന, അതായത് ഷാഫി പറമ്പിലും VD സതീശനും രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന ഒരു ത്രയമായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ ഇതുവരെ നയിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ അവർക്ക് ആ രണ്ടും ഇങ്ങനെ ഷാഫിയുടെ കയ്യിലും രാഹുലിന്റെ കയ്യിലും ഇവരെയൊക്കെ വരട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ ശബ്ദിക്കുന്ന രേഖകൾ ഉണ്ടോ? അതോ ഈ അടൂർ പ്രകാശൊക്കെ രാഹുലിനെ പോലെ തന്നെ ആ ഗണത്തിൽപ്പെട്ട ഒരു നേതാവാണോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് പത്മജ വേണുഗോപാൽ ചോദിക്കുന്നത്. കാരണം കേരളത്തിലുള്ള സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയായ രീതിയല്ല എന്ന ഒരു ഭാഷ്യമാണ് ബഹുമാനപ്പെട്ട ഇവർക്ക് പറയാനുള്ളത്, പത്മജയ്ക്ക് പറയാനുള്ളത്. പിന്നെ മീരയ്ക്ക് തോന്നുന്നുണ്ടോ ഈ ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങുന്ന ഈ ഒരു സഖ്യം പൊളിഞ്ഞു എന്നൊരു തോന്നൽ മീരയ്ക്ക് തോന്നുന്നുണ്ടോ? ചേട്ടാ, നിലവിൽ അങ്ങനെ ഒരു തോന്നലില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പം UDF-നായാലും ഇതിനോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾക്കിടയിൽ ഒരു MLA ആണ് എന്നുള്ള പരിഗണനകളൊന്നും നൽകാതെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത്. പിന്നെ MLA സ്ഥാനത്ത് തുടരുന്നത് ശരിക്കൊരു വിവാദം തന്നെയാണ്. നമ്മൾ ക്യാമറയ്ക്ക് ഇപ്പുറം പണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഇത് തെളിയുമ്പോൾ എന്തായിരിക്കും പാർട്ടിയുടെ ഒരു അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇനി മുന്നോട്ട് വരുമ്പോൾ, അതായത് നിലവിൽ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ് നേരിടുന്നില്ല എന്നുള്ളത് നമുക്ക് ചുരുക്കി പറയാം. അതായത് അവർ ഇപ്പോഴും വെൽ പ്ലാൻഡ് ആയിട്ട് അവരുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും ഇനി ഫലവത്താവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഇനി രാഹുലിനെ കൈവിട്ട് മുന്നോട്ട് പോകാനും കോൺഗ്രസ് മടിക്കില്ല. പിന്നെ ഒരു ഉൾപാർട്ടി രാഷ്ട്രീയവും വാക്പോരുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിവരങ്ങളൊക്കെ പുറത്തെത്തിക്കാനും ആളുണ്ട്, പുറത്തുനിന്നുള്ള വിവരങ്ങൾ അകത്തെത്തിക്കാനും ആളുണ്ട് എന്ന രീതിയിലാണ് ഇപ്പൊ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ രാഹുലിനെ ഇനി കൂടെ നിർത്തുന്നത് സത്യത്തിൽ ഇത് വിവാദങ്ങളൊക്കെ ശരിവെക്കുന്ന ഒരു അന്വേഷണങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ദോഷമാണ് ഉണ്ടാക്കുക. അല്ല, ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
വി ഡി സതീശൻ എന്ന നേതാവ് അദ്ദേഹം ഇന്ന് മനോരമ പത്രത്തിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവിനെ കൈപിടിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ മുതിർന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇത്രയും മ്ലേച്ഛമായ രീതിയിലേക്ക് പോകും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല. ആ നടപടി എന്ന് പറയുന്നത് വളരെ വ്യസനത്തോടെയാണ് ആ നടപടി എടുത്തത് എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ ഈ സസ്പെൻഷൻ വന്ന സമയത്ത് തന്നെ നമ്മൾ പലരും ഡെസ്കിൽ സംസാരിച്ചൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ആരോപണങ്ങൾ മാത്രമാണ്. ചേട്ടൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇതൊന്നും പരാതിയായി ലഭിക്കുക തെളിയുക ചെയ്യുന്നതിന് മുൻപ് കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശരിയാണ് എന്നൊരു തോന്നൽ പാർട്ടിക്കുള്ളിൽ ഉള്ളത് കൊണ്ടാണോ എന്ന സംശയം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോ ഇവരുടെ ഈ വേദനയും ഈ ഒരു പ്രശ്നങ്ങളും മുന്നിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പലർക്കും മുൻപ് അറിയാമായിരുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഏതാണ്ട് 10ഓളം പേർക്ക് പരാതി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു വർത്തമാനം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും വല്ലാതെ കണ്ട് പിന്തുണയ്ക്കുന്ന ഒരു സൈബർ ലോകമുണ്ട്. ഈ സൈബർ ലോകത്തിലെ സൈബർ വെട്ടിക്കിളികളെ ഈ നേതാക്കൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു പാർട്ടിയിൽ ഇവരെ സപ്പോർട്ട്. ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ച് തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കാൻ സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നു. പിന്നീട് നമ്മൾ അബിൻ വർക്കിയാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടും അഭിജിത്തിന്റെ പേരുകളൊക്കെ വരുന്ന സമയത്തും ഇനി ഒരു പുതിയ അധ്യക്ഷനെ ചർച്ച ചെയ്യുന്ന സമയത്തും രാഹുൽ പക്ഷം എന്നുള്ളത് അപ്പോഴും സ്ട്രോങ് ആയിരുന്നു. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സെല്ല്, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരത്തിലൊരു കൂട്ടായ്മ തന്നെ രാഹുലിനും ഷാഫിക്കും ഒപ്പമുണ്ട് എന്നതാണ് സത്യം. അത് ഈ ആരോപണം അതായത് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള രണ്ട് ഒരു മാധ്യമ പ്രവർത്തകയാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ സാറ്റലൈറ്റ് ചാനലിലെ ഒരു കുട്ടിയാണ്. അത് ആ ഒരു പെൺകുട്ടിക്കെതിരെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന രീതിയിൽ അതും മറ്റ് സോഷ്യൽ മീഡിയ വഴി അറിയാൻ കഴിയുന്നത് ആ കുട്ടിയുടെ ഉഭയകക്ഷി സമ്മതത്തോടെ പോലും അല്ല രാഹുൽ ആ കുട്ടിയെ നിർബന്ധിച്ച് ആണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നാണ്. അല്ലെ, ഉഭയകക്ഷി താല്പര്യത്തോടെ അല്ലാതെയാണ് ആ കുട്ടിയെ അതിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി വല്ലാതെ വ്യസനത്തോടെ ചില നേതാക്കളോടൊക്കെ സംസാരിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ കോംപ്രമൈസ് ചെയ്യാനും ചില ആൾക്കാർ, ചില മാധ്യമ പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും മീര, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തിന് ഇങ്ങനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശുന്നു. കാര്യം കേരള സമൂഹം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേർ മാത്രമല്ല. നമ്മൾ CPM-നെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് പറയും. കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരിക്കലും CPM-ന്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് പാലക്കാടുള്ള ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തിരഞ്ഞെടുത്ത് വിട്ട ഒരു യുവ നേതാവാണ്. അപ്പൊ കോൺഗ്രസ് ഇത്തരത്തിൽ പെരുമാറുന്നത് തീർച്ചയായിട്ടും പത്മജ വേണുഗോപാലിനെ പോലെ ഒരു മുതിർന്ന വനിതാ നേതാവ് കോൺഗ്രസിന്റെ എല്ലാ ചേഷ്ടകളും അറിയാം. എന്നിട്ട് അവർ ഒന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, നീര അത് കേട്ട് കാണും, കോൺഗ്രസ് പാർട്ടിയിൽ ഇതൊന്ന് പുറത്തു വന്നേ ഉള്ളൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധി ഈ പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുകൂടി പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഈർഷ്യത തോന്നുന്നുണ്ട്, അല്ലെ? അതുണ്ട്. പിന്നെ ചേട്ടാ, ഇതില് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് ഇനിയും പുറത്തു വരാനുണ്ട്. രാഹുലിന്റെ പക്കൽ ഈ പലർക്കുമെതിരെയുള്ള തെളിവുകളുണ്ട്. അതായത് മൊത്തത്തിൽ ഒരു പാർട്ടിയെ കൈവാരി തേക്കാനുള്ള ശ്രമം, രാഷ്ട്രീയമായിട്ട് വരുന്ന ഒരു പ്രശ്നം, അതും ഇങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ച് വരുന്ന ഒരു പ്രശ്നം വളർച്ചയെ സംബന്ധിച്ച് വലിയൊരു ഇമേജ് തകർച്ച ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതന്നെയാണ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ ഒരു നേതാവാൻ വളർച്ചയുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു കാര്യത്തിന് മുതിരുന്ന സമയത്ത് തന്റെ രാഷ്ട്രീയ ഭാവി ആര് കളഞ്ഞു എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ചർച്ചകൾക്കൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ രാഹുൽ എന്തുകൊണ്ട് മാനനഷ്ട കേസിന് മുതിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ എവിടെയും പറയുന്നില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് തെളിയുന്നതാണ് ഇപ്പൊ വരുന്ന പല റിപ്പോർട്ടുകളും. സത്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ശരി തന്നെയാണ്. സസ്പെൻഡ് ചെയ്തു. ഇനി MLA സ്ഥാനം എന്നുള്ളത് വലിയൊരു കീറാമുട്ടിയായിട്ട് കോൺഗ്രസിന് മാറും എന്നുള്ളത് തീർച്ചയാണ്. ഏതായാലും അദ്ദേഹത്തിന് നൽകുന്ന സംരക്ഷണം, അതും അടൂർ പ്രകാശിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ, അത് തീർച്ചയായിട്ടും അത് വളരെ മേച്ചം തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, അത് എന്താണെന്ന് വെച്ചാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പലരും എതിർക്കുന്ന സാഹചര്യത്തിൽ അടൂർ പ്രകാശ് നൽകുന്ന സംരക്ഷണം
രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലതാവില്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു സൈബർ പോരാളികളും ഇപ്പുറത്തും ഉള്ളപ്പോൾ അത്ര നല്ല കണ്ടൊരു ഭാവി മുന്നോട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നേതൃനിരയിൽ ഇരിക്കുന്ന പലർക്കും ഇതിനോട് വിയോജിപ്പുണ്ട്. രാഹുലിന് ഈ കൊടുത്ത ശിക്ഷ ചെറുതാണ് എന്ന് പോലും മനസ്സിൽ വിചാരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ചിലപ്പോൾ ഇവരുടെ പക്ഷത്ത് ഉണ്ടാകും എന്നുള്ളതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം എന്താണെന്നല്ല, എല്ലാവർക്കും പ്രസ്ഥാനത്തിനോടൊരു വിശ്വാസമുണ്ട്. പ്രസ്ഥാനത്തെ മാനിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കാം പലരും. അപ്പം ഇത് വലിയൊരു അടിത്തകർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നേതാക്കൾ പല